കായംകുളം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ട്രാവൽ ഹബ്ബായി KSRTC സ്റ്റാൻഡിനെ മാറ്റുമെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. മികച്ച കൊമേഴ്സ്യൽ സംവിധാനവുമായി ഉയർത്താവുന്ന പശ്ചാത്തല സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തും. ഇതിനായി ടെൻഡർ പൂർത്തിയാക്കി നിർമ്മാണത്തിലേക്ക് കടക്കാനിരിക്കുന്ന പദ്ധതി പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി M. ലിജു വ്യക്തമാക്കി. ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായംകുളം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ട്രാവൽ ഹബ്ബായി KSRTC ബസ് സ്റ്റേഷനെ മാറ്റുമെന്ന് മന്ത്രി M. ലിജു പറഞ്ഞു. മികച്ച കൊമേഴ്സ്യൽ സംവിധാനമായി ഉയർത്താവുന്ന പശ്ചാത്തല സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തും. ഇതിനായി ടെൻഡർ പൂർത്തിയായി നിർമ്മാണത്തിലേക്ക് കടക്കാനിരിക്കുന്ന പദ്ധതി പുനഃപരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ തന്നെ KSRTCക്ക് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള കായംകുളത്താണ് നഗരഹൃദയത്തിലെ 4.5 ഏക്കർ സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ പദ്ധതി പുതുക്കാൻ തീരുമാനിക്കുന്നത്. കേരളത്തിൽ തന്നെ KSRTCക്ക് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ബസ് സ്റ്റാൻഡ് കായംകുളം ബസ് സ്റ്റാൻഡാണ്. ഏകദേശം 4.5 ഏക്കർ സ്ഥലം ഈ നഗരത്തിന്റെ ഹൃദയത്തിലുണ്ട്. ഈ ഒരു ബസ് സ്റ്റാൻഡ് സ്പേസിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പലതവണ ഉയർന്നു വന്നു. എനിക്ക് തന്നെ നിരവധി നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി നിലവിലുള്ള ബസ് സ്റ്റാൻഡിന്റെ പ്ലാൻ അത് ഇതിന്റെ ഈ KSRTCയുടെ സ്പേസിനെ വേണ്ടത്ര ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നല്ലെന്നും അശാസ്ത്രീയമാണെന്നും എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട്. മാത്രമല്ല KSRTC ജീവനക്കാരിൽ തന്നെ അവരും അഭിപ്രായപ്പെടുന്ന ഇത്രയും വിശാലമായ ഒരു സ്പേസിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ നല്ല രീതിയിൽ കൊമേഴ്ഷ്യൽ സ്പേസായും മറ്റു തരത്തിലുമൊക്കെ ഉപയോഗപ്പെടുത്തി കായംകുളത്തിന്റെ ഒരു നഗരത്തിന്റെ ഒരു ഏറ്റവും മികച്ച ഒരു സ്പേസായി ഏറ്റവും മികച്ചൊരു സ്ഥലമായി ഇത് മാറുമെന്നാണ്. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഇവിടെ നിലവിൽ കുറെ പണം ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പ്ലാൻ പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. കായംകുളം നഗരത്തിന്റെ ഏറ്റവും മികച്ച ഒരു കൊമേഴ്ഷ്യൽ അതോടൊപ്പം തന്നെ ഒരു ട്രാവൽ ഹബ്ബായി ഈ ഒരു സ്പേസിനെ KSRTC സ്റ്റാൻഡിനെ മാറ്റുന്നതിനാവശ്യമായ കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. സാങ്കേതിക കാര്യങ്ങൾ കൂടി ക്ലിയർ ചെയ്ത് ഈ ഒരു സ്പേസിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി കായംകുളത്തുകാർക്ക് ഒരു അഭിമാന സ്ഥലമായി കായംകുളം KSRTC ബസ് സ്റ്റാൻഡ് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും കൊമേഴ്ഷ്യൽ സ്പേസ് ആവശ്യമാണ്. ഏറ്റവും മികച്ചൊരു ബസ് സ്റ്റേഷൻ ആവശ്യമാണ്. കൂടാതെ ഒരു ആധുനികമായ വർക്ക്ഷോപ്പ് ഈ പ്രദേശത്ത് ആവശ്യമാണ്. ഫ്യൂവലിംഗ് സെൻ്ററുകൾ ആവശ്യമാണ്. ഈ സ്ഥലം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ കൃത്യമായ താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കായംകുളത്തിന് പ്രയോജനപ്രദമാകുന്ന അങ്ങനെ ഒരു വലിയ ഒരു കൊമേഴ്ഷ്യൽ വളരെ മികച്ചൊരു ഹബ്ബായി ഒരു ട്രാവൽ ഹബ്ബായി ഇതിനെ മാറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. കാരണം ഇത് അശാസ്ത്രീയമാണെന്നുള്ള അഭിപ്രായമാണ് ഉയർന്നിരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു സ്പേസ് 4.5 ഏക്കറിൻ്റെ ഇത്രയും വിശാലമായ ഒരു സ്പേസ് വേണ്ടത്ര ഉപയോഗപ്പെടുത്താതെ ആണ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇപ്പം നമ്മൾ മറുപടി പറയേണ്ടത് സാങ്കേതിക വിദഗ്ധരാണ്. എനിക്കിപ്പോൾ കിട്ടിയ നിർദ്ദേശങ്ങളനുസരിച്ച് ഞാൻ പരിശോധിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതൽ മികച്ച പരിശോധന, മികച്ച രൂപകൽപ്പനയും മികച്ച ആർക്കിടെക്റ്റുകളും KSRTCയുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗങ്ങളുടെയും പരിശോധനയ്ക്ക് ശേഷം അത്തരം തീരുമാനങ്ങൾ എടുക്കും. നിലവിലുള്ള ബസ് സ്റ്റേഷന്റെ പ്ലാൻ സ്ഥല സൗകര്യം വേണ്ടത്ര ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയില്ല എന്നും അശാസ്ത്രീയമാണെന്നുമുള്ള അഭിപ്രായം ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. നിലവിലുള്ള പ്ലാൻ അശാസ്ത്രീയമാണെന്നുള്ള അഭിപ്രായമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ പഠിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബസ് സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. CDNet ന്യൂസ്, കായംകുളം.